ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവരോടൊരു പ്രത്യേകമായ പരിഗണന, പെൺകുട്ടികളോട് അതില്ലാതിരിക്കുക. നിങ്ങൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങൾ ഉമ്മ വാപ്പ എന്ന നിലയ്ക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് എത്ര പ്രായമായാലും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ മക്കളോട് യാതൊരുവിധ വിവേചനവും ചെയ്യാൻ പാടില്ല. ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ആ വിവേചനം അവരെ വല്ലാതെ മാനസികമായി വേദനിപ്പിക്കും. കാരണം എല്ലാവർക്കും നിങ്ങൾ വാപ്പയാണ്, എല്ലാവർക്കും നിങ്ങൾ ഉമ്മയാണ്. അതുകൊണ്ട് അതിലെല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. നബി സ്വല്ലല്ലാഹു പറഞ്ഞില്ലേ, അദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഇത് നബീൻ്റെ ഒരു കൽപ്പനയാണ്, ആവർത്തിച്ച് പറഞ്ഞൊരു കൽപ്പനയാണ്. ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ഊന്നി പറഞ്ഞൊരു കാര്യമാണ് നീതി. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി കൊണ്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ നീതിപൂർവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കുട്ടിയോട് കാണിക്കുന്ന അവഗണന, നിങ്ങളോട് ഭയങ്കര വെറുപ്പും ഭയങ്കരമായിട്ടുള്ള വിദ്വേഷവും, നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും ആ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഈ വിവേചനങ്ങളും അനീതിയും ഒരു കാരണമായി തീരുമെന്ന് മനസ്സിലാക്കണം. പല രൂപത്തിലാണ് ഈ അനീതി വരുന്നത്. ഒന്ന്, ആണ് പെണ്ണ് എന്ന നിലക്ക്. ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവരോടൊരു പ്രത്യേകമായ പരിഗണന, പെൺകുട്ടികളോട് അതില്ലാതിരിക്കുക. നിങ്ങൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങൾ ഉമ്മ വാപ്പ എന്ന നിലക്ക് അവരോടൊക്കെ നിങ്ങൾ ഒരേ ബന്ധങ്ങളാണ് പാലിക്കപ്പെടേണ്ടതാണ്. പിന്നെ കുറച്ച് മുതിർന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ ആയിരിക്കും മാതാപിതാക്കളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ കൂടെ ആയിരിക്കും താമസിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കും അവർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോടൊരു പ്രത്യേക താല്പര്യവും മറ്റുള്ളവരോടൊക്കെ ഒരു ശത്രുതയും വിവേചന മനോഭാവവും എന്താണ്, നമ്മൾക്ക് കുറച്ച് പ്രായം കൂടിയാൽ പോലും അത് ഉണ്ടായിത്തീരും. മനസ്സിലായി. അതേപോലെ തന്നെ നമ്മൾക്കിഷ്ടമുള്ള മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മക്കളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം, നമുക്കിഷ്ടമില്ലാത്ത മകൻ്റെ മക്കളോട് ഒരു പ്രത്യേക സ്നേഹമില്ലായ്മ, ഇതൊന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വല്ല വിവേചനമൊക്കെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് മനസ്സിൽ വെക്കുക എന്നല്ലാതെ നമ്മുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അതൊരിക്കലും പ്രകടമാകാൻ പറ്റില്ല. നമ്മൾ പണം കൊടുക്കുകയാണെങ്കിലും എന്ത് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ എല്ലാവർക്കും തുല്യമായി കൊടുക്കാം. ഇനി ആർക്കെങ്കിലും അല്ലാതെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ന്യായമാണെന്ന് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. എന്തിനാണ് വെറുതെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ കുറ്റവും തെറ്റും ഏറ്റുവാങ്ങുന്നത്? എന്തിനാണ് നമ്മൾ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം അങ്ങനെ. ചില ആളുകളോട് നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, ചില മക്കളോട് അവരോട് നമ്മൾ ദേഷ്യത്തിലേ പെരുമാറുള്ളൂ, അങ്ങനെ സംസാരിക്കുള്ളൂ. എന്നാൽ ചില ആളുകൾ എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, അവരോട് വളരെ സ്നേഹത്തിലേ പെരുമാറുള്ളൂ. ചില മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ നമ്മൾ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള മക്കളാണെങ്കിലോ അവരെന്ത് തന്നെ, നമ്മളെ തന്നെ അവർ കൊല്ലാൻ വന്നാലും നമ്മൾ അവരെ നല്ല രൂപത്തിലേ പറയുള്ളൂ. അവരത്തെ എന്തെങ്കിലും തകരാറുകളായി കാണാൻ നമ്മൾ തയ്യാറാവില്ല. ഇത്തരം വിവേചനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. മക്കൾക്കിടയിൽ പരിപൂർണമായ നീതി പാലിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനീതിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആർക്കാരോടാണ് നമ്മൾ അനീതി കാണിക്കുന്നത് അവർക്കൊരു വല്ലാത്ത മാനസിക വിഷമവും വേദനയും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മക്കൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നതാണ് അനീതി എന്നുള്ളത്. അള്ളാഹു കൽപ്പിക്കുന്ന, പ്രവാചകൻ കൽപ്പിക്കുന്ന ഈ നീതി നമ്മുടെ മക്കൾക്കിടയിൽ പുലർത്തുവാനും ആരോടും വിവേചനം കാണിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും നമ്മളെല്ലാവരും തയ്യാറാവണം.